ഹരി ഓം. കൽക്കിരൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും NSK ബ്രഹ്മഗീത പാഠത്തിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷീലായപ്പൻ. നമ്മൾ ഇന്ന് ബ്രഹ്മഗീതയുടെ 8ാമത്തെ പാഠം പഠിക്കാൻ പോവുകയാണ്. ഈ പാഠത്തിന്റെ പേര് ദ്രവ്യവും ദൈവവും എന്നാണ്. ഈ രണ്ട് വാക്കുകളും എല്ലാവർക്കും പരിചിതമാണ്. ഈ രണ്ട് വാക്കുകളിലും വളരെയധികം സമാനതയുണ്ട്. രണ്ടിലും ദായും വായുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യമായി നമുക്ക് ദ്രവ്യത്തെ കുറിച്ച് പഠിക്കാം. എന്താണ് ദ്രവ്യത്തിന്റെ നിർവചനം? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 1, എന്താണ് ദ്രവ്യം? ഭാരമുള്ളതും ഇരിക്കാൻ സ്ഥലം ആവശ്യവുമായിട്ടുള്ള വസ്തുക്കളെയാണ് ദ്രവ്യം എന്ന് പറയുന്നത്. ദ്രവ്യത്തിന് നമ്മൾ മാറ്റർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ ദ്രവ്യം എന്ന് പറയുന്നത് ഇരിക്കാൻ സ്ഥലം ആവശ്യമായതും ഭാരമുള്ളതുമായ വസ്തുക്കൾ. നമുക്ക് ചുരുക്കത്തിൽ ആത്മീയപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലെ ജീവനില്ലാത്ത വസ്തുക്കളെല്ലാം ദ്രവ്യങ്ങളാണ്. ഇതിൽ പ്രധാനമായിട്ടും പഞ്ചഭൂതങ്ങൾ 5 ദ്രവ്യങ്ങളായിട്ടിരിക്കുന്നത്. ഈ പഞ്ചഭൂതങ്ങൾ 5 എല്ലാവർക്കും അറിയാം. എങ്കിലും ഞാനത് ഒരു പ്രത്യേക രീതിയിൽ എന്ന വാക്കിൽ കൂടി ഈ 5 പഞ്ചഭൂതങ്ങളെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ആകാശം, അവനി, അപ്പ്, അനിലൻ, അനലൻ. ആകാശം എല്ലാവർക്കും അറിയാം. അവനി എന്ന് പറഞ്ഞാൽ ഭൂമി എന്നാണ്, അപ്പ് എന്ന് പറഞ്ഞാൽ ജലമെന്നാണ്, അനിലൻ എന്ന് പറഞ്ഞാൽ വായു എന്നാണ്, അനലൻ എന്ന് പറഞ്ഞാൽ അഗ്നി എന്നാണ്. അപ്പൊ ഇതാണ് ദ്രവ്യം എന്ന് പറയുന്നത്. പഞ്ചഭൂതങ്ങൾ 5 ദ്രവ്യം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ്രവ്യത്തിന്റെ അവസ്ഥകൾ ഏതെല്ലാമാണ്? നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രപഞ്ചത്തിന്റെ ത്രിഗുണാത്മക ഭേദങ്ങളെ കുറിച്ച് പഠിച്ചു. അപ്പം ദ്രവ്യം 3 ഭാവത്തിൽ അല്ലെങ്കിൽ 3 രൂപത്തിൽ നമ്മുടെ മുന്നിൽ കാണപ്പെടുന്നുണ്ട്. അവയാണ് ഖരം, ദ്രവം, വാതകം. അതായത് ദ്രവ്യം 3 അവസ്ഥകളിൽ കാണപ്പെടുന്നു. ഒന്നാമത്തെ ഖരാവസ്ഥ, രണ്ടാമത്തേത് ദ്രവാവസ്ഥ, മൂന്നാമത്തെ വാതകാവസ്ഥ. ഇതിൽ നമുക്കൊരു ഉദാഹരണം എടുത്താൽ നമ്മൾ കുടിക്കുന്ന നമ്മളുടെ ജലം എന്ന് പറയുന്ന ഭൂമിയിലെ ജലം എല്ലാം ദ്രാവകാവസ്ഥയിലുള്ളതാണ്. ദ്രാവകാവസ്ഥയിൽ ഒരുപാട് വസ്തുക്കളുണ്ട്. പാല്, തേന്, മദ്യം, ഈ സാധനങ്ങളെല്ലാം ദ്രാവകാവസ്ഥയിലുള്ള ദ്രവ്യങ്ങളാണ്. പിന്നെ ഖരമായിട്ടിരിക്കും നമുക്കറിയാം പാറ, കല്ല്, ലോഹങ്ങള്, അങ്ങനെ പല വസ്തുക്കളും ഖരമായിട്ടിരിക്കുന്നതാണ്. പിന്നൊന്ന് വാതകമായിട്ടിരിക്കുന്ന വായു ഒക്കെ വാതക രൂപത്തിലാണ്. അപ്പൊ ഇതാണ് ദ്രവ്യത്തിന്റെ 3 അവസ്ഥകള്. അപ്പൊ നമുക്ക് ഉദാഹരണം പറഞ്ഞ ജലം തന്നെ എന്താ പറയാ ദ്രാവകാവസ്ഥയിലാണ്. ജലം തന്നെ ഖരാവസ്ഥയിലേക്ക് മാറും. ഐസ് ടെമ്പറേച്ചർ കുറയുന്നുണ്ടെ അത് ഖരാവസ്ഥയിലേക്ക് മാറും. ജലത്തിന്റെ ഖരരൂപമാണ് ഐസ്. ജലത്തിന്റെ വാതക രൂപമാണ് നീരാവി. നീരാവി എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, വെള്ളം ചൂടായി കഴിഞ്ഞുണ്ടെ അതിൽ നിന്നും പുറപ്പെടുത്ത ആ ഗ്യാഷ്യസ് അവസ്ഥയാണ്, അല്ലെങ്കിൽ വാതക രൂപമാണ് നീരാവി എന്ന് പറയുന്നത്. നീരാവി തണുത്തിട്ടാണ് മഴ ഉണ്ടാവുന്നത്. അപ്പൊ ദ്രവ്യങ്ങൾക്ക് 3 രൂപങ്ങളുണ്ട്. അവ 3 രൂപങ്ങളിൽ നിന്ന് പരസ്പരം കൺവേർട്ട് ചെയ്യണം. പരസ്പരം അവ അവസ്ഥാന്തരം സംഭവിച്ച് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏത് ദ്രവ്യം എടുത്താലും അതിനെ 3 രൂപത്തിൽ നമുക്ക് ആക്കാൻ പറ്റും. അത് സ്വയം ആവുകയും ചെയ്യും. അത് 3 രൂപത്തിലും പരസ്പരം കൺവേർട്ട് ചെയ്യും. ഒന്നുകൂടെ പറയാം, അത് ഏത് ദ്രവ്യവും ഖരം ഉരുക്കി കഴിഞ്ഞാൽ അത് ദ്രവമായി മാറും. അതായത് ഇപ്പൊ സ്വർണ്ണമായാലും ഉരുക്കി കഴിഞ്ഞാൽ അത് ദ്രവമായിട്ട് മാറും. വീണ്ടും അതിനെ ചൂടായി കഴിഞ്ഞാൽ അത് വീണ്ടും ദ്രവത്തിൽ നിന്ന് വാതകാവസ്ഥയിൽ മാറി അത് അപ്രത്യക്ഷമാകും. അപ്പം എല്ലാ ദ്രവ്യങ്ങൾക്കും 3 അവസ്ഥകളുണ്ട്. അവ പരസ്പരം മാറ്റാൻ സാധിക്കുന്നതാണ്. അടുത്ത നമ്മള് ദൈവത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് ദൈവം? ദൈവം എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് ആരാധനാമൂർത്തി ആണ് ഓർക്കുന്നത്. ദൈവം എന്ന വാക്കിന്റെ ഒരു ലിറ്ററൽ മീനിങ്, അതിന്റെ ഒരു വാച്യ അർത്ഥം എന്ന് പറയുന്നത് ദിവ്യമായത്, പരിശുദ്ധമായത്, പവിത്രമായതെന്നാണ്. എന്നാൽ ആത്മീയ ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ സ്പിരിച്വൽ സയൻസിൽ ദൈവം എന്ന് പറയുന്നത് ജീവനുള്ള വസ്തുക്കളാണ്. ജീവനുള്ള വസ്തുക്കളുടെ ഊർജ്ജത്തെയാണ് ദൈവം എന്ന് പറയുന്നത്. അതിനെയാണ് ഈ ആത്മാവെന്നൊക്കെ പണ്ട് ആൾക്കാർ പറയുന്നത്, ഊർജ്ജം. കാരണം ഊർജ്ജമില്ലാതെ ലോകത്തൊരു സംഭവം നടക്കത്തില്ല. നമുക്ക് ഏതൊരു വർക്ക് ചെയ്യണമെങ്കിലും ഊർജ്ജം വേണം. ഒരു ക്ലോക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഊർജ്ജം വേണം. ഊർജ്ജമില്ലാതെ ഒരു വസ്തു പോലും ഒരിടത്തും അനങ്ങത്തില്ല. അപ്പം ജീവനുള്ളവയാണ് മൊത്തത്തില് ദൈവം എന്ന് പറയുന്നത്. ജീവനുള്ളവയിൽ 2 തരം വസ്തുക്കളാണ് ഉള്ളത്, സസ്യങ്ങളും ജന്തുക്കളും. ഇത് രണ്ടും ദൈവത്തിന്റെ കൂട്ടത്തിലുള്ളത്. അതുകൊണ്ടാണ് പണ്ടുപുരാതനം തൊട്ടേ സനാതന ധർമ്മത്തിലുള്ളവരെല്ലാം ഈ പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളെ ആരാധിക്കുന്നത്. പ്രത്യേകിച്ച് ജീവനുള്ളവയെ, മരങ്ങളെ, അതുപോലെ ജന്തുക്കള്, നാഗങ്ങള്, ഇങ്ങനെ ഓരോ ജീവജാലങ്ങളെ ആരാധിക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷെ ഇവയിലെല്ലാം ദൈവത്തിന്റെ അംശമുണ്ട്. കാരണം ദൈവമാണ് ഇവയെല്ലാം സൃഷ്ടിച്ചതും ഇവയിലിരിക്കുന്ന ഊർജവും ദൈവമാണ്. അപ്പൊ ദൈവം എന്ന വാക്കിന്റെ അർത്ഥം ദിവ്യമായത്, പരിശുദ്ധമായത്, പവിത്രമായത്. എന്നാൽ മൊത്തത്തിലുള്ള ദൈവത്തിന്റെ അർത്ഥം ആത്മീയശാസ്ത്രപരമായിട്ട് ജീവനുള്ള വസ്തുക്കളാണ് ദൈവം. ജീവനില്ലാത്ത വസ്തുക്കൾ ദ്രവ്യവും, ജീവനുള്ള വസ്തുക്കൾ ദൈവവും ആകുന്നു. നമ്മൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞു. ദ്രവ്യത്തിന് 3 അവസ്ഥകളുണ്ട്. അത് പരസ്പരം കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ജീവനില്ലാത്തവ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. അപ്പൊ ജീവൻ ഉള്ളവയ്ക്ക് ഈ 3 അവസ്ഥകളുമുണ്ട്. ജീവനുള്ളവയുടെ 3 അവസ്ഥകൾ എന്ന് പറയുന്നത് ജനനം, ജീവിതം, മരണം എന്നാണ്. ഈ ജനനത്തെ നമുക്ക് ദ്രാവകാവസ്ഥ എന്ന് പറയാം. ജനനത്തെ ദ്രാവകാവസ്ഥ. കാരണം ഏതൊരു ജീവിയും ജനിക്കുന്ന ജലത്തിലാണ്. ഇപ്പൊ ഒരു കോഴിക്കുഞ്ഞുണ്ടാകുന്ന മുട്ടയിലെ ജലത്തിലാണ്.
നമ്മൾ മനുഷ്യർ ജനിച്ചിരിക്കുന്നത് മാതാവിന്റെ ഗർഭത്തിലെ ജലത്തിലാണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ദ്രാവകാവസ്ഥയാണ്. ദ്രാവകത്തിൽ നിന്ന് നമ്മൾ വീണ്ടും അമ്മയുടെ വയറ്റിൽ നിന്ന് നമ്മൾ ജനിക്കുന്നു. അമ്മ പ്രസവിച്ച് നമ്മളെ ഭൂമിയിൽ കൊണ്ടുവരുന്നു. അപ്പൊ നമ്മൾ ഭൂമിയിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ടോട്ടലി നമ്മൾ ഖരാവസ്ഥയിലേക്ക് മാറുകയാണ്. അവിടെയാണ് നമ്മുടെ ജീവിതം തുടങ്ങുന്നത്, ഖരാവസ്ഥ. അപ്പൊ നമ്മൾ ജലത്തിൽ നിന്ന് ഖരമായി. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത നമ്മുടെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മരിക്കുകയാണ്. മരിക്കുന്നതാണ് എന്താ വെച്ചാൽ നമ്മുടെ ഉള്ളിലെ ഊർജ്ജം പുറത്തു പോവുകയാണ്. നമ്മുടെ ഉള്ളിൽ ഊർജ്ജമായിട്ടിരിക്കുന്നത് ഭഗവാനാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ ഭഗവാന്റെ ഊർജ്ജമാണ് പുറത്തോട്ട് പോകുന്നത്. അത് നമ്മള് വാതകാവസ്ഥയിൽ മാറുകയാണ്. ആ സമയത്ത് നമ്മൾ മരിക്കുമ്പോൾ നമ്മളുടെ ജീവൻ വാതകാവസ്ഥയിലേക്ക് അത് മാറുകയാണ്. ഇവിടെ ഒരു ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ പോലെ ഇവിടെ ഒരു എന്താ പറയുക, സ്പിരിച്വൽ ഫ്യൂഷനും ഉണ്ട്, സ്പിരിച്വൽ ഫിഷനും ഉണ്ട്. സ്പിരിച്വൽ ഫ്യൂഷൻ എന്ന് പറയുന്നത് ഈ പഞ്ചഭൂതങ്ങളെല്ലാം, അതായത് നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതം കൊണ്ട് നിർമ്മിതമാണ്. ഇതിനെക്കുറിച്ച് ഇനി അടുത്തൊരു ക്ലാസ് വരുന്നുണ്ട്. പഞ്ചഭൂതങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. നമ്മുടെ ഉള്ളിൽ പ്രാണനുണ്ട്, ബുദ്ധിയുണ്ട്, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. അപ്പം ഇതെല്ലാം ഒരു ഫ്യൂഷനാണ്. എല്ലാം കൂടെ ഫ്യൂസ് ചെയ്തിട്ടാണ് ഒരു ജീവി ഉണ്ടാകുന്നത്. പല പല ഘടകങ്ങളെല്ലാം കൂടെ ഫ്യൂസ് ചെയ്യുമ്പോഴാണ് ഒരു ജീവി ഉണ്ടാകുന്നത്. മരിക്കുന്നതിന് എന്താ സംഭവിക്കുന്നത്? ഈ ഫിഷൻ സംഭവിക്കുന്നത് നമ്മളിൽ ഏതെല്ലാം ഘടകങ്ങളുണ്ടോ അതെല്ലാം പുറത്തെയാണ്. വായു ഉണ്ടെങ്കിൽ ഓക്സിജൻ ഉണ്ടെങ്കിൽ ഓക്സിജനിലോട്ട് പോയി ചേരും. നമ്മുടെ ഉള്ളിൽ ജലം മണ്ണിൽ അലിഞ്ഞ് അത് ജലമായി മാറും. നമ്മുടെ ശരീരത്തിൽ ചൂട് പ്രപഞ്ചത്തിലെ ചൂടുമായിട്ട് ചേരും. അങ്ങനെ എല്ലാം നമ്മുടെ ഉള്ളിലെ സ്പേസ്, അത് പ്രപഞ്ചത്തിലെ സ്പേസുമായിട്ട്, അതാണ് ആകാശം. നമ്മുടെ ഉള്ളിലെ സ്പേസിനാണ് ആകാശം എന്ന് പറയുന്നത്. അത് പുറത്തെ സ്പേസുമായിട്ട് ചേരുന്നു. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം ഉണ്ടോ മരണത്തോടുകൂടി അത് വിഘടിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഒരു സ്പിരിച്വൽ ഫിഷൻ ആണ് പിന്നീട് സംഭവിക്കുന്നത്. ആദ്യം സ്പിരിച്വൽ ഫ്യൂഷൻ, ജനനം. മരണം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ഫിഷൻ. അത് നമുക്ക് കാണാനൊന്നും പറ്റത്തില്ല. അപ്പൊ നമ്മള് ജനനം തുടങ്ങുന്നത് ദ്രാവകത്തിൽ നിന്ന്, പിന്നീട് നമ്മള് ഖരമായി മാറുന്നു. പിന്നീട് ഖരത്തിൽ നിന്ന് നേരെ നമ്മള് വാതകമായിട്ട് മാറുന്നു. ഖരം എങ്ങനെ വാതകമായി മാറുന്നു? അതിന് ഉദാഹരണം പറഞ്ഞാല് ഒരു സബ്ലിമേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ട്. സബ്ലിമേഷൻ, അത് അതിന്റെ മലയാളം എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. കർപ്പൂരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരു ഖരാവസ്ഥയിലിരിക്കുന്ന സാധനമാണ്. അത് കത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് വെള്ളം ആവത്തില്ല. അത് ഡയറക്ട്ലി അങ്ങ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലോട്ടാണ് പോകുന്നത്. അതുപോലെ പിന്നെ ഈ അയഡിൻ എന്ന് പറഞ്ഞ ഒരു അയഡിൻ എന്ന് പറഞ്ഞ ഒരു മൂലകമുണ്ട്. അയഡിൻ മൂലകമാണല്ലോ. അത് ഇതുപോലെ ഡയറക്റ്റ് ഖരാവസ്ഥയിൽ നിന്ന് വാതകാവസ്ഥയിലേക്ക് പോകും. ഇങ്ങനെയുള്ള വസ്തുക്കളാണ് സബ്ലിമേറ്ററി സബ്സ്റ്റൻസ് എന്നൊക്കെ, സബ്ലിമബിൾ സബ്സ്റ്റൻസ് എന്നൊക്കെ പറയും. അപ്പം ഈ കർപ്പൂരം, അയഡിൻ പോലെയുള്ള സാധനങ്ങള് എന്ത് ചെയ്യും? ഖരാവസ്ഥയിൽ നേരെ ഒരു വാതകാവസ്ഥയിലേക്ക് മാറും. പക്ഷെ നമ്മൾ നമുക്ക് വീണ്ടും അതിനെ ഖരത്തിലേക്ക് കൊണ്ടുവരാം. നമ്മൾ പരീക്ഷണശാലയിൽ ഇതൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യുമ്പം ഈ കർപ്പൂരത്തിൽ നിന്നും അല്ലെങ്കിൽ കാംഫറിൽ നിന്നും പുറത്തുപോയ കണങ്ങള് അതിന്റെ മേളിൽ നമ്മളൊരു ഒരു ആവരണം എന്തെങ്കിലും വെച്ച് അതിനെ തടഞ്ഞു നിർത്തി കഴിഞ്ഞാൽ ഈ മേലോട്ട് വാതകാവസ്ഥയിൽ പോയ സാധനങ്ങൾ അതിനകത്ത് തന്നെ തണുത്തിട്ട് ഖരമായിട്ട് മാറുന്ന കാണാം. എന്ന് പറഞ്ഞത് തന്നെയാണ് ജീവനുള്ളവയെ. ജീവനുള്ള മരിക്കുമ്പോൾ നമ്മുടെ ജീവൻ, അതായത് നമ്മുടെ പ്രാണൻ, നമ്മുടെ ഉള്ളിലെ ഊർജം പുറത്തു പോകുന്നു. അത് നമ്മുടെ ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ്. നമ്മളെ പോലെയുള്ള ഒരു എന്താ പറയുന്നത്, ഒരു ഡിജിറ്റൽ രൂപമാണ് നമ്മുടെ പുറത്തു പോകുന്നത്. ഒരു ഡിജിറ്റൽ രൂപം എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല. അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മള് വാതകാവസ്ഥയിൽ കടക്കുകയാണ്. അപ്പം ജീവനില്ലാത്ത ദ്രവ്യം തന്നെ 3 അവസ്ഥയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുക. അപ്പം ജീവനുള്ളവയ്ക്ക് മാറാൻ പറ്റില്ലേ? സയൻസിന് അവനവനെ വിട്ട് ബാക്കിയെല്ലാം അറിയാം. അതായത് മനുഷ്യൻ എന്താണെന്നുള്ള അല്ലെങ്കിൽ മനുഷ്യന്റെ പ്രാണൻ എന്താണെന്നുള്ള സയൻസിന് ഒന്നും അറിയത്തില്ല. സയൻസ് മറ്റുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചങ്ങ് ചൊവ്വയിലും ചന്ദ്രനിലും എല്ലാം വരെ എത്തി. പക്ഷെ അവനവൻ എന്താണെന്ന് മാത്രം സയൻസിന് അറിയത്തില്ല. അതാണ് ആത്മീയശാസ്ത്രം നമ്മളെ പഠിക്കുന്നത്. നമ്മൾ എന്താണോ അതാണ് ആത്മീയശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാതെ ഈ അമ്പലത്തില്, പള്ളിയില്, അവിടെ ഇവിടേക്കും ദൈവങ്ങളൊന്നും അല്ല യഥാർത്ഥ ദൈവങ്ങൾ. ദൈവങ്ങളെന്ന് പറഞ്ഞ മനുഷ്യരും മറ്റു മൃഗങ്ങളും മറ്റു സസ്യങ്ങളും ഒക്കെ തന്നെയാണ് ദൈവങ്ങളെന്ന് പറയുന്നത്. ജീവനുള്ളവയെല്ലാം ദൈവങ്ങളാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ ദൈവം ഇരിക്കുന്നത്. നമ്മുടെ ഊർജ്ജം നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ആ ഊർജ്ജം കൊണ്ടാണ് നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനം നടത്തുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മൾ മരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഊർജ്ജം പുറത്തു പോകുന്നത് നമ്മൾ ഖരാവസ്ഥയിൽ നിന്ന് നേരെ വാതകാവസ്ഥയിലേക്ക് മാറുന്നു. വീണ്ടും അത് അനുകൂല സാഹചര്യം വരുമ്പോൾ നമ്മൾ വാതകമായിട്ട് നമ്മൾ ഈ ഭൂമിയിലൊക്കെ ചുറ്റിത്തിരിയുന്ന പല സ്ഥലത്തായിട്ടായിരിക്കും. അതിനെക്കുറിച്ച് ഇപ്പം പറയാൻ സമയമില്ല. അതൊക്കെ കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ നിന്ന് വേർപെട്ട ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഊർജ്ജ കണം പുറത്തൊക്കെ ജീവനുള്ളവയാണല്ലോ. അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അന്തരീക്ഷത്തിൽ സഞ്ചരിച്ച ഇൻവിസിബിൾ ആണ്, നമുക്ക് കാണാൻ പറ്റാത്ത നെറ്റിന്റെ കൂട്ടാണ്. അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അനുകൂല സാഹചര്യം വരുമ്പോൾ അത് ഭൂമിയിലെത്തുകയും പിന്നെ അത് മാതാവിന്റെ ഗർഭത്തിൽ കൂടെ അത് പുതിയ ശിശുവായിട്ട് വരികയൊക്കെ ചെയ്ത് എല്ലാ ജീവജാലങ്ങളും ജനിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. അപ്പൊ എല്ലാം കൺവേർട്ട് ചെയ്യണം. തന്നെയല്ല സയൻസിൽ പറയുന്നത് ലിവിങ് തിങ്സ് ആർ റിന്യൂവബിൾ. ലിവിങ് തിങ്സിനെ നമുക്ക് പുനർജീവിപ്പിക്കാൻ കഴിയും.
അപ്പൊ റിന്യൂ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ലിവിങ് തിങ്സിനെ. അത് തന്നെയാണ് ഈ പുനർജന്മം എന്ന് പറയുന്നത്. അപ്പം ജീവനില്ലാത്ത വസ്തുക്കൾക്ക് 3 രൂപത്തിലിരിക്കുക പരസ്പരം അവയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റപ്പെടാൻ പറ്റുമെങ്കിൽ ജീവനുള്ളവയ്ക്ക് മാറ്റാൻ സാധ്യമല്ലേ? എന്റെ ക്വസ്റ്റ്യനാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഇതിന്റെ ഉത്തരം നിങ്ങൾ തരണം. എന്നിട്ട് പറയണം പുനർജന്മം ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പൊ ജീവനില്ലാത്തവയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റും, പക്ഷെ ജീവനുള്ളവയ്ക്ക് മാറാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷനാണ്. അങ്ങനെ ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. നമ്മൾക്ക് 3 രൂപമുണ്ട്. നമ്മൾ ഈ 3 രൂപത്തിലേക്കും പരസ്പരം നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ്, പരസ്പരം സ്ഥാനാന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ജനിച്ചു കഴിഞ്ഞാല് പിന്നീട് നമ്മൾക്ക് മരണം സംഭവിക്കും. വീണ്ടും അനുകൂല സാഹചര്യം വരുമ്പോൾ വീണ്ടും നമ്മൾ തന്നെയാണ് ജനിക്കുന്നത്. അങ്ങനെ ജനിച്ചും മരിച്ചും നമ്മുടെ ഈ സൈക്കിള് കംപ്ലീറ്റ് ആകുകയാണ്. ഇതാണ് ഇന്നത്തെ പാഠം. കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.